അപ്പൊ എല്ലാവരും രാവിലെ അടുക്കളയിലെ പണിയൊക്കെ ആയിരിക്കും. നമുക്കിവിടെ നല്ല മഴ കേട്ടോ. ഇപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇടുക്കിക്ക് ഇന്ന് അവധിയുമാണ്. റെഡ് അലേർട്ട് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പൊ നല്ല മഴ കേട്ടോ. രാവിലെ തൊട്ട് നല്ല മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് പേടിയാവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. നമുക്ക് പക്ഷെ രാവിലെ എണീറ്റ് അടുക്കളയിലെ പണി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാ അടുക്കളയിലേക്ക് വേണ്ടുന്ന റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു തോരനാണ്. പയറും ക്യാരറ്റും സബോളയൊക്കെ കിടിയിട്ടിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഇച്ചിരി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഒരു ചെറിയ തോരൻ വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ തോരൻ ഇപ്പുറത്തെ അടുപ്പിൽ മുട്ടക്കറിക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞൊരു മുട്ടക്കറി കറി ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കറണ്ടിന്റെ കാര്യം ആകെപ്പാടെ ഗുലുമാലാവും കേട്ടോ. കറണ്ട് പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ പിന്നെ രാവിലെ ആ ഒരു അരിയുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് വന്നത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ പിടിക്കാൻ ഇരുട്ടത്തിരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ മുട്ടക്കറിക്കുള്ളതായിട്ടുണ്ട്. ഇത്തിരി കുറുക്കിയാണ് വെച്ചേക്കുന്നത്. ഇത് മതി കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഇഷ്ടം. ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ 2 മുട്ട പുഴുങ്ങാനായിട്ട് വെക്കണം കേട്ടോ. ഇനി മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെക്കാം കേട്ടോ. മുട്ട എവിടെ ഇരുന്നാവട്ടെ. ഇനി അപ്പവും കൂടെ ചുട്ടെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറി കൂടി ആയിട്ടുണ്ട് കേട്ടോ. കറി തോരനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി ഒന്ന് സെറ്റാക്കി കറി വെക്കാനായിട്ട് എടുക്കണം. അതുമായിട്ടുണ്ട്. നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് അപ്പവും കൂടെ ചുട്ടെടുക്കാനായിട്ട് പോവുക കേട്ടോ. ദോശക്കല്ലിൽ ചുടുന്നത് ദോശക്കല്ലൊന്ന് ചൂടാവട്ടെ എന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാവ് കോരി ഒഴിക്കാം കേട്ടോ. എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം നമ്മൾ അരിയിട്ട് അരച്ചതല്ല, ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പം ഇടിയപ്പ പൊടിയിൽ അപ്പം ഉണ്ടാക്കുന്നത് കണ്ടതിൻ്റെ പേരിൽ ഞാനൊന്ന് കുറുക്കി വെച്ചതാണേ. അത് കലക്കി എടുത്ത് വെച്ച് നോക്കിയതാ. എങ്ങനെയാവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം കേട്ടോ. ഇതും കൊണ്ട് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിതൊന്ന് മറിച്ചിടാട്ടോ. അത്രയ്ക്ക് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് അപ്പം കിട്ടത്തില്ല. എങ്കിലും അത്യാവശ്യം ഒരു നേരമൊക്കെ അങ്ങ് നമുക്ക് കഴിക്കാം കേട്ടോ. ഞാനോർത്ത് ഇനി ദോശക്കല്ലേന്ന് പറഞ്ഞൊക്കെ പോരാനായിട്ട് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത്തിരി പുളിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്നാമത് നമുക്ക് മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ട് പുളിക്കാനായിട്ട് ഇത്തിരി പാടാണേ. അതുകൊണ്ടൊക്കെ ആണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നന്നായിട്ട് വരുമോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് എടുക്കാവേ. കഴിക്കാനായിട്ട് എടുക്കുവാണേ. അപ്പം നല്ല കുറുകി ഇരിക്കുന്ന നല്ല ഗ്രേവി ആയിട്ടുള്ള ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയും കൂടി കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ലതാ. ആ ഗ്രേവി കാണുമ്പോഴേ അറിയാം അതിന് ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ മുട്ടക്കറി കഴിക്കാൻ പോവാ കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. മയമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കടികട്ടിയായിട്ടൊക്കെ തോന്നുമെങ്കിലും അത്യാവശ്യം മയമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചാറിനകത്ത് മുക്കിയിട്ട് കഴിച്ചു നോക്കാം. അടിപൊളിയാട്ടോ. ഗ്രേവി തന്നെ നല്ലതാട്ടോ. നമുക്ക് ഒരു ചെറിയ തക്കാളിയുടെ പുളിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. കഴിക്കട്ടെ. പോർക്കൊക്കെ നല്ലതായിട്ട് ഞൊക്കി കഴുകി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിക്കകത്തേക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതുകൊണ്ട് ഞാനൊന്ന് നിർത്തി വെക്കുക കേട്ടോ. അതുകൊണ്ട് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവേ. മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഇത്തിരി മീറ്റ് മസാലയും കൂടി ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ തീ ഒന്ന്
ഓണാക്കി കൊടുക്കാം കേട്ടോ. എനിക്ക് പേടിയായിട്ട് കേട്ടോ, ഞാൻ കരിഞ്ഞു പോകുന്നൊരു പേടി, അതുകൊണ്ട് കേട്ടോ നിർത്തിയത്. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് ഞാനങ്ങ് നിർത്തി കേട്ടോ. പിന്നെ പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഓണാക്കി ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ബീഫ് എന്നാ വരുന്നത്, നമ്മളിവിടെ ബീഫ് മേടിക്കാറില്ല കേട്ടോ. പോർക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സവോള അരിഞ്ഞതുണ്ട്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ, ഏട്ടനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം കേട്ടോ, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. അത് പിന്നെ ഇഷ്ടമാണോ? ഓക്കെ, നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പ് നീര് നമ്മൾ എപ്പോഴും ഇവിടെ ഉപയോഗിക്കുക, പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഉപ്പ് കല്ലെടുത്ത് വെള്ളമൊക്കെ ആക്കി നീരാക്കും, അങ്ങനെ ഉപയോഗിക്കാറ്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. എല്ലായിടത്തും പാകത്തിന് വരാൻ പാകത്തിന്, എല്ലാം ഒന്ന് ആകാൻ പാകത്തിന് ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു മിക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ വെള്ളവും കൂടെ ആവശ്യമുള്ള ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിനൊപ്പം നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തവിയും കൊണ്ടൊക്കെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണേ. ഒന്നുകൂടെ ഒന്ന് ആ വെള്ളത്തിനകത്തൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം തൽക്കാലം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചു. തീയും കൂടെ കത്തിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി അടുപ്പയിലൊന്ന് തീ പിടിപ്പിച്ച് അങ്ങോട്ട് ഇത് മാറ്റണം. അപ്പം നമുക്ക് അടുപ്പയിൽ തീ പിടിപ്പിക്കാൻ പോകാം. തീ പിടിപ്പിക്കാനായിട്ട് വന്നാൽ കേട്ടോ, നമ്മളിവിടെ തീ പിടിപ്പിക്കാനായിട്ട് ഇത്തിരി പാടാ, മഴയൊക്കെയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് പിടിപ്പിക്കാൻ ഇത് ഇച്ചിരി പാടാത്തത്. ഒരാൾ എൻ്റെ മടിയിലും കൂടെ കയറി ഇരിക്കുന്നുണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ചെയ്യാൻ ഇച്ചിരി പാടായെങ്കിലും ഇതിലൊരു രസമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പതിയെ തീ പിടിപ്പിച്ച് നോക്കാം. ചൂട്ടൊക്കെ വച്ചിട്ട് തീ പിടിപ്പിക്കാം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം കത്തിച്ച് പുളിയൊക്കെ ഇതേപോലെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടിയൊക്കെ ഉണങ്ങിയെടുക്കണം. വെയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇനി ഈ പുക പൊളിച്ചത് മതിയായിരുന്നു കേട്ടോ. നമുക്ക് വെയിലത്ത് വെച്ചാലും നന്നായിട്ട് ഇനി ഉണങ്ങി കിട്ടിയാലേ. പക്ഷെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കില്ല കേട്ടോ. പിന്നെ ഈ പുകയൊക്കെ ഇങ്ങനെ കൊണ്ട് പുളിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. നന്നായിട്ട് തീ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ കറീനെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം കേട്ടോ. കറി ഇങ്ങോട്ട് ആക്കാം. ഒരുമാതിരി ചന്നം പിന്നെ മഴയാട്ടവിടെ, വലിയ മഴയെന്ന് പറയാനായിട്ടില്ല, എങ്കിലും ഇങ്ങനെ ഒരുമാതിരി ചാറ് നിൽക്കുക കേട്ടോ. നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചിരുന്ന് തീയൊക്കെ കാഞ്ഞിരിക്കാൻ നല്ല സുഖമായിട്ടോ, നല്ല ചൂടൊക്കെ വരും. അപ്പോൾ നമ്മുടെ തീയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറി ഇങ്ങോട്ടൊന്ന് ആക്കാം. അകത്ത് പോയി നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ടാവും ഇപ്പോൾ സ്റ്റൗവിൽ. ഇനി നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ് പുറത്ത്. നമ്മൾ കറിയൊക്കെ അടുക്കൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മഴയും കാറ്റുമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്കിവിടെ മഴയൊക്കെ കൂടുതലായിട്ട് പെയ്യുന്നത്. 2018 ഇതുപോലെയായിരുന്നു കേട്ടോ. നമുക്കിവിടെ ഓഗസ്റ്റിലായിരുന്നു കൂടുതൽ മഴ, ഭയങ്കര ദുരന്തമൊക്കെ ആയിട്ട് പോയത്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന കാണുമ്പോൾ പേടിയാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാസമാണ് നമുക്ക് അന്നും മഴ ഒത്തിരി പെയ്ത് നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ മഴയൊക്കെ കാറ്റൊക്കെ നിൽക്കുമ്പോൾ ഒരു പേടിയുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ചെറുതായിട്ട് ഒടിഞ്ഞു വീഴുക, പിന്നെ കറണ്ട് പോവുക, അതൊക്കെ പതിവായിട്ടുള്ള ഒരു കാര്യമായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി കണ്ടുപോയിട്ട് ഇനിയിപ്പോൾ രാവിലെ വന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എത്ര നേരം നിൽക്കുന്നു നമുക്ക് ഉറപ്പില്ല കറണ്ട്.
അങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ. മഴയൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടൊക്കെ പോകും. പിന്നെ നമ്മൾ കറിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഇതാ തുടയ്ക്കാനും കൂടെ വന്നാൽ കേട്ടോ. ഉണ്ടല്ലേ നമുക്ക് കാറ്റ് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും കാറ്റടിച്ച് മൊത്തം നനഞ്ഞ് ഇങ്ങോട്ട് വെള്ളം കയറും കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മൊത്തം തെന്നിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ മൊത്തം നനയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് തൂത്ത് തുടച്ചിടാം. മഴ പെയ്താൽ കുഴപ്പമില്ല, കാറ്റും കൂടെ അടിക്കുമ്പോഴാണ് ഇത്രയും വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നത്. പിന്നെ നമുക്കൊന്ന് ക്ലീനിങ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മഴയത്തും നമ്മുടെ വീട്ടിൽ അതിഥികൾ വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനു മുമ്പും ഒരു വീഡിയോയിലൊക്കെ കാണിച്ചാട്ടോ. കുറേ അധികം പ്രാവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തവണ ഇപ്പോൾ ഈ മഴയത്ത് ഒരെണ്ണമാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു പാവത്തിന്. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇത്തിരി അരി ഇട്ട് കൊടുത്താലോ അതിന്? നമുക്ക് ഇത്തിരി അരി ഇട്ട് കൊടുക്കാം കേട്ടോ. മഴയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ പാവം അത് കണ്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. അത് പേടിച്ചിട്ട് പെട്ടെന്നങ്ങ് പോയി. കാറ്റ് കാരണം പാവം അത് കുഞ്ഞതല്ലേ, പറന്നു പോകുന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിൽ എന്തായാലും അത് വന്ന് പതിയെ കഴിച്ചോളൂ കേട്ടോ. നമ്മൾ അരിയിട്ട് കൊടുത്തൊക്കെ കഴിച്ചോളൂ. കൊത്തി ഇടയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ സ്ഥിരം അതിഥികളാണ് കേട്ടോ ഇവര്. ചില ദിവസങ്ങളിൽ 8ഉം 10ഉം ഒക്കെ കാണും. ചില ദിവസം 26 എണ്ണമൊക്കെ വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരെണ്ണേ എത്തിയിട്ടുള്ളൂ. എന്തായാലും അത് അരി കഴിക്കട്ടെ അല്ലേ. അപ്പോൾ ഈ മഴയത്തൊക്കെ ഇരുന്ന് പാചകം ചെയ്യാനായിട്ട് നല്ല സുഖമുണ്ടല്ലേ. നല്ല തണുപ്പത്തിതാ ഇങ്ങനെ ഇരുന്ന് അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ പാചകം ചെയ്യാനൊക്കെ നല്ല രസമാണ്. നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി ഒരുമാതിരി നല്ല കുറുകിതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണാമോന്ന് അറിയില്ല കേട്ടോ. ഒരു ഇരുട്ട് പോലെയാണല്ലോ ഇവിടെ കറിയൊക്കെ ആയി. ഇനിയിപ്പോൾ ഇതിനെ വാങ്ങി നമുക്ക് അടുക്കളയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. കറിക്ക് കടുകും കൂടെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ടേ. കരിഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ നമുക്ക് നിർത്തിയിട്ട് കറിക്കകത്തേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ. നമ്മൾ കറിക്കകത്തേക്ക് കടുക് കാണിച്ച് ഒഴിക്കുക കേട്ടോ. ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തു. അങ്ങനെ നമ്മുടെ പോർക്ക് കറിയൊക്കെ ആയിട്ടുണ്ട് ആദിക്കുട്ട. നമുക്ക് ചോറ് കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ. നല്ല ചൂടൻ ചോറ്, ക്യാരറ്റും പയറും കൂടിയുള്ള തോരൻ, നമ്മുടെ പോർക്ക് കറി. നെല്ലിക്ക അച്ചാർ. ചോറിനാനായിട്ട് എടുത്തു കേട്ടോ. നല്ല പോർക്ക് കറിയും ചോറും ഒക്കെ കഴിക്കാം. പുറത്തെ മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാൻ നല്ല സുഖമല്ലേ. നമുക്കത് കഴിക്കാം കേട്ടോ. കഴിക്കട്ടെ. കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ചെറിയൊരു മഴയുള്ളൂ കേട്ടോ. വലിയ മഴയൊക്കെ കുറഞ്ഞു. നല്ല കാറ്റൊക്കെ ഉണ്ട്. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് കാപ്പ് കുടിക്കാൻ ഓർത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ തന്ന് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. പിന്നെ എല്ലാവരുമായിട്ടൊക്കെ കാണണം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.